ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കാഹ് ഡേ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇക്കാൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഇപ്പാടെ അനിയൻ്റെ മോളുടെ, അതായത് ഞങ്ങളുടെ ഇളാപ്പാൻ്റെ മോളുടെ നിക്കാഹായിരുന്നു. അപ്പം അന്ന് ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഓക്കെ, ഞാനിവിടെ പട്ടാമ്പിയിലായിരുന്നു കേട്ടോ. അപ്പോൾ മങ്കടയിൽ തന്നെയാണ് എളാപ്പാൻ്റെ വീടുള്ളത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, വേരുമ്പിലാക്കൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് വാപ്പാൻ്റെ കൂടെയാണ് അന്ന് നിക്കാഹിന് പോയത് കേട്ടോ. അപ്പോൾ മഴയും ബ്ലോക്കൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേനും നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടുകാർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും ഷാജിയും നിധിയും അതുപോലെ നിഷയും കുഞ്ഞുമോളും മിനിയും നവാസും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഉപ്പാടെ അനിയൻ അബുളാപ്പയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ഇളാമ കുൽസലാമയാണ്. ഇളാമക്ക് 3 പെൺമക്കളാണ് കേട്ടോ. ഇത് മൂത്ത മോളാണ് ബാനു. പിന്നെ ഹസ്ബൻഡ് മുഹമ്മദ് ആണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ബാനുവിൻ്റെ കല്യാണം. അതുകൊണ്ട് ആ ഇടയ്ക്കുള്ള നമ്മളെ കുടുംബത്തിലുള്ള ഉപ്പാൻ്റെ വീട്ടിലെ സൽക്കാരത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോയിരുന്നത്. പിന്നെ ഇതാണ് രണ്ടാമത്തെ മോള് ജസീല എന്നാണ് കേട്ടോ. ജസിമോളാണ്. ജസിമോളെ ഹസ്ബൻഡും 2 ആൺകുട്ടികളാണ് കേട്ടോ അവൾക്കുള്ളത്. അവളുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ. കാരണം എന്താ വെച്ചാൽ അവൾ എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക, എപ്പോഴും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിച്ച്, എന്തെങ്കിലും സ്റ്റോറിയൊക്കെ കാണുമ്പോൾ റിപ്ലൈ ചെയ്ത്, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത്, എപ്പോഴും നമ്മളിങ്ങനെ ഒരു ബന്ധം നിലനിർത്തുന്ന ഒരാളാണ്. ആൾ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അവളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആണ് കേട്ടോ. പേരൊക്കെ പറയും. നീയോ? 3 വീടൊന്നും കാണുന്നില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? നീ കാണണം കേട്ടോ. ലൈക്കൊക്കെ തരുമോ? ഇന്ന് തന്നെ ചൂടോടെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗുഡ് ബോയ്. ഇങ്ങനെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാം. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, നമ്മുടെ ഫാമിലിയിലുള്ള നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയും, നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം, വീഡിയോ കാണാറുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഒരുപാട് പേര് അന്ന് അവിടെ നിന്ന് കാണാനും സംസാരിക്കാനും കേൾക്കാമല്ലോ. നിൻ്റെ പേരെന്താ? എന്തിനാ? അപ്പോൾ ഇവളുടെ പേരെന്താ, നിൻ്റെ അനിയത്തിൻ്റെ? ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ കാണും മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ടെൻഷനാണ്, ഒരു ബേജാറും എന്തോ അതിന് പറയുക. അതായത് ഇനിയിപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ. അപ്പോൾ ഏത് കല്യാണം കാണുമ്പോഴും മനസ്സിൽ നമ്മുടെ വീട്ടിലത്തെ കല്യാണമായിരിക്കും കേട്ടോ.
നിക്കാഹൊക്കെ എന്തായാലും കളറാക്കി കൊടുത്തിട്ടുണ്ട്. ഷാജിക്ക് പിന്നെ അങ്ങനെയാണ്. അവന് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോഴത്തേനും പിന്നെ ഓൻ ഫുള്ള് വൈബായിരിക്കും. അപ്പൊ പിന്നെ അവന്റെ കൂടെയുള്ളവരെല്ലാം ആ ഒരു ടീം മൊത്തം വൈബാവും. ഞാൻ പറയാ ഞങ്ങള് ചിയർ ഗേൾസ് ആണ് അവിടെന്നാ പറയാ. ഓ സ്റ്റോറി സ്റ്റാറ്റസ് ഇടാൻ പറ്റില്ലാന്ന്. അങ്ങനെ നിക്കാഹും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇമ്മച്ചിയും നിഷയും മിനിയും അവരൊക്കെ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു. ഞാനും നിധിയും കുഞ്ഞുമോളും ഷാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല വ്യൂ. കൊള്ളാം, നല്ല അടിപൊളി ആയിട്ടുണ്ട്. എന്താ നമ്മളെന്താ മൂന്നാറിലൊക്കെ എത്തിയ പോലെ. സോറി, ഇത് ഞങ്ങളുടെ സ്വന്തം മങ്കടയാണ് കേട്ടോ. നോക്ക് കോടയും അടിപൊളി. അപ്പൊ ഇതാ ഞങ്ങള് കല്യാണൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒന്നാന്തര മഴയാണല്ലോ ഗൈസ്, ഒന്നാന്തര മഴയാണ്. ഇപ്പൊ ഇതാ ഡ്രസ്സ് എല്ലാവരും കണ്ടത് നമ്മൾ ഷെഫ് കുട്ടിന്റെ എൻഗേജ്മെന്റ് ഞാൻ ഇട്ട റെഡ് ഡ്രസ്സ് ആയിരുന്നു ഞാൻ ഇന്നിട്ടത്. കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ട്രൈപോഡ് എടുക്കാനും മറന്നു. ഏത് കല്യാണം കഴിഞ്ഞ് വന്നാലും നമ്മളൊക്കെ അങ്ങനെയല്ല, ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ കല്യാണത്തിന് ഉണ്ടായെന്ന് ഓരോന്ന് പറയും. പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ, കുറേ കുടുംബക്കാരെ കണ്ടു. എപ്പോഴും നമ്മൾ കല്യാണത്തിനാണല്ലോ നമ്മളെ ഫാമിലീസിനൊക്കെ ഒന്ന് കാണാം. പിന്നെ കുറച്ച് പേരോട് മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പോഴേ എന്താ പറയുക, ഇനി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു ഈവനിങ് ആകുമ്പോൾ എല്ലാവരും എണീറ്റ് വരും. എന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. ഉമ്മാനൊക്കെ ഞാൻ കണ്ടു എന്നുള്ളൂ, ശരിക്കും കണ്ടിട്ടില്ല ആ തിരക്കിന്റെ ഇടയിൽ നിന്ന്. ഇനി ഉമ്മാനോടൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഈവനിങ്ങിൽ കാണാം. നിങ്ങൾക്ക് എന്താ ഇവിടെ പണി? കല്യാണ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊടുത്തു 2 കപ്പ് കാവ കപ്പുകളുമായി കപ്പ് കൊട്ടാറുണ്ടാക്കുകയാണ് ഗൈസ്. ഇവിടെ എന്താ കിടന്നിട്ട് കളികൾ, എന്തൊക്കെയോ വിസിലൊക്കെ ഊതി കളിക്കാണ് ഗൈസ്. 2 മിനിറ്റ് കിടന്ന് ഉറങ്ങിക്കോളി. ലില്ലിയൊക്കെ ഉറങ്ങാം, ലില്ലിക്കുട്ടി ഉറങ്ങാം. നാളെ ഞങ്ങൾ ലില്ലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? ലില്ലിക്കുട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. 2 ആള് നല്ല ഉറക്കുന്നു. പുഡിങ് കൊടുത്തപ്പോ പാഞ്ഞ എണീറ്റിക്കണേ. തരണ്ടാക്കി ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ പുഡിങ്. ഇന്നലെ എന്തെങ്കിലും പ്രചോദനം പുഡിങ് ഉണ്ടാക്കി. പാലുണ്ട്, ക്യാരറ്റ് ഉണ്ട്.